കാഞ്ചന പുഷ്പം വിരഞ്ഞു കൊണ്ടുപോരുമ്പോൾ പാഞ്ചാലിക്ക് സൗഗന്ധിക പുഷ്പം പറിക്കാൻ പോയതാണ്. പിന്നെ വിഷം എഴുതിയത് പാമ്പിനെത്ര വിഷം എന്നാ ഞാൻ പറയാം. എന്നാ ഞാൻ ശ്ലോകം ചെല്ലാം. ഇടിയും മിന്നലും പൂച്ച പതിരനായി ഗിരിയും ഒന്നും കൊന്നില്ല എങ്കില് 108 വത്സരം പിന്നെ 12 വത്സരം ജീവിക്കും സർപ്പങ്ങൾ ധരണീതലേ. കുടുംബം പാമ്പ് ചേർന്നിട്ട് അതിലുണ്ടായ സന്തതി നാൽക്കാലിയാണെന്ന് വ്യവധകരായ എന്നാണ് അതിന് നാമവും. പൊന്നുടുമ്പെന്ന് ഊതിയിടും വിഷം മൂർക്കണ്ണു തുല്യമാം ത്രികോണാകൃതിയിലായിട്ടങ്ങിരുപ്പൂ 4 പല്ലുകൾ. ഈ ശകരം എന്ന് പറഞ്ഞു. മദ്യം പച്ചയിറച്ചി മണ്ണ ശവവും കത്തുന്ന തീയക്ഷിതം നെയ്യും ചന്ദനവും വെളുത്ത കുസുമം വിപ്രദ്വയം കാതളം. ദ്വയാന അറിയാവോ? 2 ബ്രാഹ്മണന്മാർ. വിപ്രദ്വയം കാതളം വേശ്യാസ്ത്രീ തൈർതൻ കരിമ്പു കണ്ടോചമന്തോളവും രാജാവും കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം. വെണ്ണീറും വിറകെണ്ണയും കഴുതയും ചൂലും മുറന്തർഭയും പോത്തും കൂറ്റനും വെള്ളുമുപ്പു കയറും തത്രം മഴുശീതകൻ ദണ്ണമുണ്ണിനങ്ങഹീന വിധവ നാൽപ്പാമ്പിരും പാതുരൻ മാർജാരൻ ചെറുപൂളയെന്ന കീഴിൽ സദാ നിന്നിതം. മാറിയോസേപ്പേ മാറിയോസേപ്പേ മാമുനി വാരാൻ മാറിയോസേപ്പിൻ നാമപ്രമോക നന്നാവ. ചോർ കൊടുത്തു തമ്പുരാനെ പോറ്റി നിന്നിത്യം വിളിച്ചു തമ്പുരാനെ തമ്പുരാനെന്ന്. സർലോകത്തിൻ താഴുതാക്കോൽ മാമുനി വാരാൻ സ്വർലോകത്തിൻ രാജ്യം നിന്റെ പുത്രനുമല്ലോ. ഓർത്തു കണ്ടാലിശ്വമേരി തന്നെയുമല്ലോ. സ്വർലോകത്തിൻ താഴ്വരയിൽ കൂട്ടം കൂടുമ്പോൾ പിതാ ഞങ്ങളെ കൂടെണ്ണിക്കൊള്ളണേ. നിങ്ങളുടെ ഞാൻ 10ാമത്തെ വയസ്സിൽ പള്ളിക്കുട്ടിന്ന് പോയതാ.